സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് പരിശോധന കർശനമാക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഇത് നിരോധിച്ച മരുന്നുകൾ, ഒരുപക്ഷെ ഈ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കാതെ അതിൽ പരാജയപ്പെട്ടു പോയ മരുന്നുകൾ പലതും ഇപ്പോഴും കേരളത്തിൽ ഉപയോഗത്തിലിരിക്കുന്നു എന്ന് കണ്ടെത്തി നമ്മൾ തന്നെ വാർത്ത നൽകിയത് കൂടിയാണ്. ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, വളരെ വൈകി. വിവരങ്ങൾ എന്താണ്? വീണ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പരാജയമാണ് എന്നതിന്റെ തെളിവാണ് ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ തന്നെ ജീവൻ രക്ഷാ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഇപ്പോൾ ഒരു നിയന്ത്രണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 35 ഇന മരുന്നുകളിലാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡയാലിസിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുടെ മരുന്നുകളിലും മിശ്രിതങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുന്നുകളുടെ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഒരു നിർദ്ദേശമായി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നത്. കേരളത്തിലെ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുന്നതും വരും ദിവസങ്ങളിൽ അതിന് കൂടുതലായിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് ഇതിന്റെ പരിശോധനകൾ നടത്തിവരുന്നത്. 56 ബാച്ചുകളിൽ 21 ബാച്ചുകളും കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഗുണനിലവാരമുള്ള മരുന്നുകളിൽ വിൽപ്പന കൂടുതലായി നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സ്വകാര്യ കമ്പനികളും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. വ്യാപകമായ വിതരണം ചെയ്യുന്നതിന് ശേഷം പിന്നീട് നിർത്തിവെക്കുന്നതും വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, ശരി അഖിൽ, ഏതായാലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ വളരെ വൈകി ഈ ഒരു പരിശോധനയ്ക്ക് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ എത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടാകാം, അത് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളെ ഒരു പക്ഷേ നാളെ പുറത്തു വന്നുകൂടായികയില്ല.